നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. കൃതേന കാമേന മയാ നൃപാത്മജേ. അല്ലയോ രാജകുമാരി, നീ ചോദിച്ചതായ ആഗ്രഹം രണ്ടും ഞാനിതാ തന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമായല്ലോ. അതുകൊണ്ട് നിവർത്ത ഗച്ഛസ്വ, നീ തിരിച്ചു പോവുക, ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ഇന്നത്തെ ശ്രമോ ഭവേത്, നിനക്കൊരിക്കലും ക്ഷീണം ഉണ്ടാകരുത്. നീ ഇങ്ങനെ എൻ്റെ പിന്നാലെ ഇത്ര വേഗത്തിൽ പാഞ്ഞു വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിന്റെ ശരീരത്തിന് അത് താങ്ങാനാവില്ല. അതുകൊണ്ട് നിനക്ക് ക്ഷീണം ഉണ്ടാകും. അങ്ങനെ ക്ഷീണം ഉണ്ടാകരുത്. അതുകൊണ്ട് നീ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് സാവിത്രിയോട് യമധർമ്മൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് അനുഗ്രഹത്തോടു കൂടിയിട്ട് സുഹൃത്തായിരിക്കുന്ന ദേവന്റെ അതേ മനോഭാവത്തിൽ പറഞ്ഞു. സാവിത്രി ഉടനെ തന്നെ അതിനും കൃത്യമായ മറുപടി അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. സാവിത്രി പറഞ്ഞു, സജ്ജനങ്ങളുടെ ധർമ്മം എന്താണ് എന്ന് ഞാൻ അങ്ങയ്ക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അദ്രോഹ സർവഭൂതേഷു കർമ്മണ മനസാഗിര അനുഗ്രഹശ്ച ദാനം ച സദാം ധർമ്മ സനാതന. സജ്ജനങ്ങളുടെ സനാതനമായ ധർമ്മം, ഒരിക്കലും മാറ്റമില്ലാത്തതായ ധർമ്മം, എന്നും നിലനിൽക്കുന്നതായ ധർമ്മം, ലോകമുണ്ടായ കാലം തൊട്ട് ഇനി ലോകം ഉള്ളിടത്തോളം കാലം സജ്ജനങ്ങൾ അനുഷ്ഠിക്കേണ്ടതായ മാറ്റമില്ലാത്തതായ ധർമ്മം ഈ പറഞ്ഞതെല്ലാമാണ്. ഞാൻ സജ്ജനമായ അല്ലയോ ദേവ അങ്ങയോടാണ് ഇതെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നത്. അങ്ങ് മിത്രം കൂടിയാണ്. എന്താ അങ്ങേപ്പോലുള്ള സജ്ജനങ്ങൾ ചെയ്യേണ്ടത്? അദ്രോഹ സർവഭൂതേഷു കർമ്മണ മനസാഗിര. ഈ ലോകത്തുള്ള എല്ലാ സജ്ജനങ്ങളും എല്ലാ ജീവരാശിയോടും അങ്ങേയറ്റം സ്നേഹപൂർണമായി, വാത്സല്യപൂർണമായി, കരുണാമയമായി പെരുമാറണം. മനസ്സുകൊണ്ട് അങ്ങനെ വേണം, വാക്കുകൊണ്ട് അങ്ങനെ വേണം, അതേപോലെ തന്നെ കർമ്മണ പ്രവൃത്തി കൊണ്ടും അങ്ങനെ വേണം. ഈ ലോകത്ത് നമുക്ക് പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് മനസ്സുകൊണ്ട് നാം പ്രവൃത്തി ചെയ്യുന്നു. ചിന്തകൾ, നല്ലതും ചീത്തയും ഒക്കെ മനസ്സിനകത്ത് കയറി വരും. അതിൽ ചീത്തയെല്ലാം ദൂരീകരിച്ചിട്ട് നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ വളർത്തുമ്പോൾ അത് തനിക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ശ്രേയസ്കരമായി മാറും. അങ്ങനെ മനസ്സുകൊണ്ട് കർമ്മം ചെയ്യുന്നു. പിന്നെയോ മനസ്സിൽ ചിന്തിച്ച കാര്യം വാക്കുകൾ കൊണ്ട് പറയുന്നു, വാക്കുകൊണ്ട് കർമ്മം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ ശരീരം കൊണ്ട്, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട്, കയ്യ് കാല് തുടങ്ങിയതായ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുന്നു. മനസ്സിൽ ചിന്തിച്ചത് വാക്കുകൊണ്ട് പറയുകയും ശരീരം കൊണ്ട് പ്രവർത്തിക്കുകയും. അങ്ങനെ ഇതാണ് ത്രികരണങ്ങൾ, പ്രവർത്തിക്കാനുള്ളതായ ഉപകരണങ്ങൾ. അങ്ങനെ ത്രികരണങ്ങളാൽ സജ്ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും അദ്രോഹമാണ് ചെയ്യേണ്ടത്. ദ്രോഹമില്ലായ്മ, ആരെയും ഉപദ്രവിക്കായിക, അതാണ് വേണ്ടത്. ഉപദ്രവിക്കായിക എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കാതെ വെറുതെ ഇങ്ങനെ യാതൊന്നും പ്രവർത്തിക്കാതെ അലസനായിരിക്കുക എന്നാണോ? അല്ല, നിരന്തരം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് എല്ലാ ജീവരാശിക്കും, ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്കും നന്മയെ ചെയ്തുകൊണ്ട്, മനസ്സുകൊണ്ട് നന്മയെ ചെയ്യണം, വാക്കുകൾ കൊണ്ട് നന്മയെ ചെയ്യണം, അതേപോലെ തന്നെ കർമ്മം കൊണ്ടും ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സനാതനമായിരിക്കുന്ന സജ്ജനങ്ങളുടെ ധർമ്മം. അനുഗ്രഹശ്ച ദാനം ച, ലോകത്തിലുള്ള എല്ലാ ജീവരാശിയെ അനുഗ്രഹിക്കുക എന്നുള്ളത് സജ്ജനങ്ങളുടെ ധർമ്മമാണ്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും.
എല്ലാവർക്കും ദാനം ചെയ്യുക എന്നുള്ളത് സജ്ജനങ്ങളുടെ കർമ്മമാണ്, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അതേപോലെ തന്നെ പ്രവൃത്തി കൊണ്ടും. അത് അങ്ങ് ഭംഗിയായി അറിയുന്ന ആളാണല്ലോ. ഏവം പ്രായശ്ച ലോകോയം മനുഷ്യ ശക്തിപേശലാഹ. അല്ലയോ ദേവ, ഇതേപോലെയാണല്ലോ മനുഷ്യരുടെ അവസ്ഥ. തൻ്റെ ഭർത്താവിൻ്റെ പ്രാണനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഭർത്താവിൻ്റെ പ്രാണന്റെ അപ്പോഴത്തെ അവസ്ഥയെ ഉദാഹരിച്ചുകൊണ്ട് സാവിത്രി പറയാണ്, ഇതാണല്ലോ മനുഷ്യരുടെ അവസ്ഥ, ജീവരാശിയുടെ അവസ്ഥ. പ്രാണൻ എന്നുള്ളത് ചഞ്ചലമാണ്. അത് വിധിയുടെ കരങ്ങൾക്കുള്ളിൽ നിൽക്കുന്നു. അത് അങ്ങ് ഓർക്കണം. അങ്ങനെയുള്ള മനുഷ്യരോട്, ജീവരാശിയോട് സജ്ജനമായ അങ്ങ് കാരുണ്യം കാണിക്കണം. മനുഷ്യർ പൊതുവിൽ ശക്തി കുറഞ്ഞ ആളുകളാണ്. അങ്ങയെപ്പോലുള്ള ദേവന്മാർ സർവശക്തി സമ്പന്നരാണ്. അതുകൊണ്ട് അങ്ങ് സജ്ജനമായിരിക്കുന്ന അങ്ങ് കാരുണ്യം ചൊരിയണം. സന്തസ്തു ഏവാപി അമിത്രേഷു ദയാം പ്രാപ്തേഷു കുർവതേ. സമീപത്ത് അനുഗ്രഹത്തിനു വേണ്ടിയിട്ട്, സഹായത്തിനു വേണ്ടിയിട്ട് യാചിച്ച് ആര് വന്നാലും, അത് വേണ്ടപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അമിത്രങ്ങളായിക്കൊള്ളട്ടെ, മിത്രങ്ങളല്ലാതുള്ള ആളുകൾ, ശത്രുക്കളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളായിക്കൊള്ളട്ടെ, എന്തെങ്കിലും സഹായം ചോദിച്ചുകൊണ്ട് കൈനീട്ടിക്കൊണ്ട് മുന്നിൽ വന്നു കഴിഞ്ഞാൽ വളരെയേറെ ദയ കാണിക്കുന്നതാണ് സജ്ജനങ്ങളുടെ സ്വഭാവം. അതാണ് സജ്ജനങ്ങളുടെ ഒരിക്കലും മാറ്റമില്ലാത്തതായ ആചാരം. സജ്ജനമായ അങ്ങയോട് ഞാനിത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വിശേഷിച്ചും സുഹൃത്തായിരിക്കുന്ന അങ്ങയോട് ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിന് വാക്കുകൊണ്ട് പറയാത്തതായ വേറൊരർത്ഥമുണ്ട്. അത് മനസ്സിൽ ആർക്കും തോന്നും. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് എൻ്റെ ഭർത്താവായിരിക്കുന്ന ഈ സത്യവാനിൽ കാരുണ്യം കാണിക്കാത്തത് എന്ന ആ ഒരു അർത്ഥം മനസ്സിൽ തോന്നും. അതിന് വ്യഞ്ജന എന്ന് പറയും, ധ്വനി എന്നും പറയും സാഹിത്യത്തിൻ്റെ ഭാഷയിൽ. യമധർമ്മന് ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഉടനെ തന്നെ ഭംഗിയായി മനസ്സിലായി. സത്യവാനോട് താൻ കാരുണ്യം കാണിക്കണം എന്നാണ് സാവിത്രി പ്രത്യേകമായി തന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് യമധർമ്മന് മനസ്സിലായി. യമധർമ്മന് സാവിത്രിയുടെ ആ വാക്കുകൾ കേട്ടിട്ട്, അവളുടെ ആ നിഷ്ഠ കണ്ടിട്ട് വളരെയേറെ സന്തോഷമുണ്ടായി. പറഞ്ഞു, പിപാസിതസ്യേവ ഭവേത് യഥാഭയ തഥാ ത്വയാ വാക്യമിതം സമീരിതം. അല്ലയോ കുഞ്ഞെ, വളരെയേറെ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ഒരാളിന് ധാരാളമായിട്ട് ആവോളം ശുദ്ധജലം കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം സന്തോഷമാണുണ്ടാവുക. അതേ പ്രകാരത്തിലുള്ള സന്തോഷമാണ് നിന്റെ പരിശുദ്ധമായിട്ടുള്ള, സ്നേഹപൂർണമായിട്ടുള്ള, ധർമ്മയുക്തി നിറഞ്ഞതായിട്ടുള്ള ഈ വാക്കുകൾ കൊണ്ട് എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. ഞാൻ വളരെയേറെ ആനന്ദിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു വരം കൂടി നിനക്ക് തരാമെന്ന് തീരുമാനിക്കുകയാണ്. വിനാപുന സത്യവതോസ്യ ജീവിതം, ഈ സത്യവാന്റെ ജീവിതം ഒഴിച്ച് നിനക്ക് എന്തു വേണമെങ്കിലും ചോദിക്കാം. വരം വൃണീഷ്വേഹ ശുഭേ യദീച്ഛസി. അല്ലയോ മംഗളകരമായിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയവളെ, നീ ഏതൊരു വരമാണോ ആഗ്രഹിക്കുന്നത് സത്യവാന്റെ ജീവിതം ഒഴിച്ച്, അത് നീ ചോദിച്ചുകൊള്ളൂ. ഇങ്ങനെ മൂന്നാമത്തെ വരം, സാവിത്രിയുടെ മനസ്സിൻ്റെ ആ ധൃതിയും ശൗചവും കണ്ട്, അവളുടെ തപസ്സിൻ്റെ ആ ബലം കണ്ട് യമധർമ്മൻ വരം നൽകാനായിട്ട് തയ്യാറായി. ഉടൻ തന്നെ സാവിത്രി ചോദിക്കുന്ന ആ മൂന്നാമത് വരം, അതും സാവിത്രി നിൽക്കുന്നതായ ധാർമ്മിക ഔന്നത്യങ്ങളെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. സാവിത്രി
പറഞ്ഞത് തൻ്റെ പിതാവിൻ്റെ കാര്യമാണ്. ആദ്യം ഭർത്താവിൻ്റെ പിതാവിൻ്റെ കാര്യം പറഞ്ഞു. ഭർത്താവിൻ്റെ പിതാവിനുള്ളതായ ആ ബുദ്ധിമുട്ടുകൾ ഒന്നും രണ്ടും വരങ്ങൾ കൊണ്ട് സാവിത്രി ദൂരീകരിച്ചു. 2 വരങ്ങൾ അതിനു വേണ്ടിയിട്ടായിരുന്നു. മൂന്നാമതൊരു വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞപ്പോൾ തൻ്റെ പിതാവിൻ്റെ വലിയൊരു ദുഃഖത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വരമാണ് അവൾ ചോദിക്കുന്നത്. മമ അനപത്യ പൃഥിവീപതി പിത ഭവേത് പിതു പുത്രശതം തഥൗരസം. എൻ്റെ പിതാവ് സന്താനങ്ങളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മകളാണ്. മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം. പിന്നെ മകളുടെ അച്ഛനും അമ്മയും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുമാണ്. മകളുടെ കുടുംബം ഭർത്താവിൻ്റെ കുടുംബമാണ്. അർത്ഥോഹി കന്യാ പരകീയേവ. കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിലെ 4ാമത് അംഗത്തിൽ കണ്വനെ കൊണ്ട് പറയുകയും കന്യക എന്നുള്ളത്, മകളെന്നുള്ളത് ഏറ്റവും യോജിച്ചതായ വരന്, അന്യന്, തൻ്റെ കുടുംബത്തിൽ നിന്നിട്ട് വേറൊരു കുടുംബത്തിലുള്ള വ്യക്തിക്കാണല്ലോ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുക. അങ്ങനെ അന്യൻ്റെ സമ്പത്താണ് മകൾ എന്ന് പറയുന്നത്. വരൻ്റെ സമ്പത്താണ്. തൻ്റെ മകൾക്ക് ചേരുന്നതായ വരനെ അച്ഛനും അമ്മയും ചേർന്ന് കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് യഥായോഗ്യം ശാസ്ത്രവിധിപ്രകാരം ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി അഗ്നിസാക്ഷികമായിട്ട് കന്യാദാനം ചെയ്യണം. അങ്ങനെ എൻ്റെ മകളെ ഇപ്പോൾ ഞാനിതാ വരൻ്റെ സമീപത്തേക്ക്, അവളെ വിവാഹം കഴിച്ച വരൻ്റെ സമീപത്തേക്ക് അയക്കുന്നു. കണ്ണൂൻ പറയുന്നുണ്ട്, ആ വിവാഹം ഞാൻ അറിഞ്ഞ് എൻ്റെ സമ്മതത്തോടുകൂടി നടന്നതല്ല, എങ്കിലും അത് യുക്തമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ദുഷ്യന്തൻ്റെ സമീപത്തേക്ക് എൻ്റെ മകളെ ഞാൻ അയക്കുകയാണ്. താം അദ്യ സംപ്രേക്ഷ്യ പരിഗ്രഹീതു. വിവാഹം കഴിച്ച ദുഷ്യന്തൻ്റെ സമീപത്തേക്ക് ഞാനിതാ അവളെ അയക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സ് വളരെയേറെ സന്തോഷിക്കുന്നു. അർത്ഥോഹി കന്യാ പരകീയേവ. മകളെന്നുള്ളത് അവളെ വിവാഹം കഴിക്കുന്ന ആ വരൻ്റെ സ്വത്താണ്, അച്ഛനമ്മമാരുടെ സ്വത്തല്ല. വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ആ വരനെ കണ്ടെത്തി വരനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അച്ഛനമ്മമാരുടെ ചുമതല. അതാണ് ഇവിടെ സാവിത്രിയുടെ ഈ വാക്കുകൾക്കുള്ളിലിരിക്കുന്നത്. തൻ്റെ അച്ഛന് മക്കളില്ല. മക്കളില്ല എന്ന് പറഞ്ഞാൽ ആൺമക്കളില്ല. അതാണ് അതിൻ്റെ അർത്ഥം. പെൺമക്കൾ ഇതേപോലെ ഏത് വീട്ടിലേക്കാണോ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ആ വീട്ടിലേക്കുള്ളതാണ്. അങ്ങനെ എൻ്റെ അച്ഛന് ആൺമക്കളില്ലാത്തതുകൊണ്ട് എൻ്റെ അച്ഛൻ വളരെയേറെ ദുഃഖിതനാണ്. മമ അനപത്യ പൃഥിവീപതി പിത. എൻ്റെ പിതാവ് അനപത്യനാണ്, ആൺമക്കളില്ലാത്തവനാണ്, മക്കളില്ലാത്തവനാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ ആൺമക്കളില്ലാത്തവനാണ്. താനാകുന്ന മകളുണ്ട്, പക്ഷേ ആൺമക്കളില്ലാത്തവനാണ്. ആൺമക്കളാണ് അച്ഛൻ്റെ ആ പരമ്പരയെ, ആ കുടുംബത്തിൻ്റെ പരമ്പരയെ നിലനിർത്തുന്നത്. അതാണ് ഈ നമ്മുടെ ഭാരതത്തിൽ കേരളം ഒഴികെയുള്ള സ്ഥലങ്ങളിൽ പണ്ടേ നിലനിന്നിരുന്നതും ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് ആ ഒരു പറ്റേണൽ ഇൻഹെറിറ്റൻസിൻ്റെ സമ്പ്രദായമാണ്. കേരളത്തിൽ മാത്രം പഴയ കാലത്ത് അമ്മ വഴിയായിരുന്നു കുടുംബം. പക്ഷേ കേരളത്തിന് വെളിയിൽ പഴയകാലം തൊട്ട് തന്നെ അച്ഛൻ വഴിയാണ് കുടുംബം നിശ്ചയിക്കുക. ആ കുടുംബ ബന്ധങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് അതനുസരിച്ചിട്ടാണ്. കേരളത്തിൽ ഒരു 100 വർഷങ്ങൾക്കപ്പുറത്ത് രാജാവിൻ്റെ ആജ്ഞയാൽ അങ്ങനെ ഈ മാതാവ് വഴിയുള്ള, അമ്മ വഴിയുള്ളതായ കുടുംബ ബന്ധത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ മാറിയിട്ട് അത് അച്ഛൻ വഴിയുള്ള അനുഷ്ഠാനങ്ങളിലേക്ക്, സ്വത്ത് ഭാഗം വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അച്ഛൻ്റെ വംശം നിലനിൽക്കണമെങ്കിൽ ഞാൻ ദ്യുമത്സേനൻ്റെ വംശത്തിൽ വന്നു ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ വംശം, അശ്വതിയുടെ വംശം, അശ്വതിക്ക് ശേഷം അശ്വതിയുടെ മദ്രദേശത്തെ രാജാവാണല്ലോ അദ്ദേഹം. ആ മദ്രദേശത്തെ ഭരിക്കാൻ
അശ്വപതിക്ക് മക്കൾ വേണം, ആൺമക്കൾ വേണം. ആ വംശം നിലനിൽക്കാൻ ആൺമക്കൾ വേണം. അതിനാൽ എൻ്റെ അച്ഛന് ഭവേത് പിതു പുത്രശതം തഥൗരസം, 100 മക്കൾ, 100 ആൺമക്കൾ എൻ്റെ അച്ഛന് ലഭിക്കണം. കുലസ്യ സന്താനകരം ച യത് ഭവേത് തൃതീയമേതത് വരയാമിതേവരം. ആ കുലത്തിൽ ജനിക്കുന്നതായ ആ മക്കൾക്ക്, ആൺമക്കൾക്കും പെൺമക്കൾക്കും എല്ലാവർക്കും മക്കളുണ്ടാകണം. അങ്ങനെ ആ വംശം അഭിവൃദ്ധിയെ പ്രാപിക്കണം. ഇതാണ് ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നതായ 3ാമത്തെ വരം. നോക്കണം, ഇവിടെ സാവിത്രിയുടെ ധർമ്മത്തിലുള്ളതായ ശ്രദ്ധ, അതിലുള്ള നിഷ്ഠ നാം വളരെ വ്യക്തമായി അറിയുന്നു. കുലസ്യ സന്താനകരം സുവർച്ചസം, യമന്റെ മറുപടിയാണ്. കുലസ്യ സന്താനകരം സുവർച്ചസം ശതം സുതാനാം പിതരസ്തു തേ ശുഭേ. അല്ലയോ ശുഭകരമായിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയവളെ, നിന്റെ പിതാവിന് ആ വംശത്തെ വളരെ ഭംഗിയായി നിലനിർത്തുന്ന, തലമുറകളിലൂടെ നിലനിർത്തുന്ന സന്താനങ്ങളെ ധാരാളമായിട്ട് തലമുറകളിലൂടെ വളർത്തി നിലനിർത്തുന്ന ഒരു അനുഗ്രഹം, അതിനു വേണ്ടിയിട്ടുള്ളതായ അനുഗ്രഹം ഞാനിതാ തരുന്നു. വളരെയേറെ സ്വഭാവ ഗുണത്തോടു കൂടിയവരായിരിക്കും അശ്വപതിയുടെ മക്കളെല്ലാവരും. അതേപോലെ തന്നെ കാന്തിമത്തായിട്ടുള്ള ശീലത്തോടും രൂപത്തോടും ഒക്കെ കൂടിയവരായിരിക്കും അശ്വപതിയുടെ മക്കൾ, അവരുടെ മക്കൾ ഇങ്ങനെ തലമുറകളായിട്ട്. അങ്ങനെയുള്ളതായൊരു വരം, നിന്റെ വംശത്തിന് സന്താന അഭിവൃദ്ധിയും വംശത്തിൻ്റെ അഭിവൃദ്ധിയും ഉണ്ടാക്കുന്നതായ വരം ഞാനിതാ തരുന്നു. കൃതേന കാമേന നരാധിപാത്മജേ, രാജാവിൻ്റെ മകളായിരിക്കുന്ന അല്ലയോ സാവിത്രി, നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാനിതാ പൂർണ്ണമാക്കി. നീ 3 വരങ്ങൾ എന്നോട് ചോദിച്ചു. 3 വരങ്ങളാണ് ഞാൻ ഒന്നൊന്നായിട്ട് നിന്നോട് ചോദിക്കാൻ പറഞ്ഞത്. അത് 3 നീ ചോദിച്ചു, അതെല്ലാം ഞാനിതാ തന്നു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നിവർത്ത ദൂരം ഹി പഥസ്ത്വം ആഗത. അല്ലയോ കുഞ്ഞെ, നീ വളരെ ദൂരം യാത്ര ചെയ്തു വന്നിരിക്കുകയാണ് എന്നോടൊപ്പം. എത്ര ദൂരം യാത്ര ചെയ്തു എന്ന് പോലും നീ അറിയുന്നുണ്ടാവില്ല. നീ ഏറെ യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏറെ പോകണം നിനക്ക് ആശ്രമത്തിലേക്ക്. അതിനാൽ ഇനി തെല്ലുപോലും എന്നോടൊപ്പം വരരുത്. നീ തിരിച്ചു പോവുക. ആഗ്രഹങ്ങളെല്ലാം നേടിക്കഴിഞ്ഞല്ലോ, തിരിച്ചു പോയിക്കൊള്ളുക. യമധർമ്മൻ സാവിത്രിയോട് പറയുന്നു. പക്ഷേ സാവിത്രിയെ മടക്കി അയക്കാൻ യമധർമ്മനായില്ല. സാവിത്രി അതിനും കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് യമധർമ്മനോട്. അതാണ് ധൃതി, തൻ്റെ ഇടം, ബുദ്ധി. അത് സാവിത്രിക്കുണ്ട്. ധൃതി എന്നുള്ളതായ ആ ദൈവീ സമ്പത്ത്, ശൗചം എന്നുള്ളതായ ദൈവീ സമ്പത്ത്, മനസ്സിൻ്റെ ശുദ്ധി. നമുക്ക് നാളെ രാത്രി 8:30 ഇതേപോലെ ഒരുമിച്ച് കൂടാം. അവിടെ സാവിത്രി സത്യവാന്റെ ജീവിതം നേടിയെടുത്തുകൊണ്ട് തിരിച്ച് വിജയശ്രീലാളിതയായി മടങ്ങുന്നത്. 400 വർഷമാണ് സത്യവാനും സാവിത്രിക്കും യമധർമ്മൻ നൽകിയതായ ആയുസ്. അങ്ങനെ സർവ ഐശ്വര്യ സമൃദ്ധിയോടെ ദീർഘായുസ്സായിട്ട് സാവിത്രി മടങ്ങി ശ്വശുരൻ്റെയും ശുശ്രുവിൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ച് അവരെ ആനന്ദിപ്പിക്കുന്നത് നമുക്ക് നാളെ കാണാം. അങ്ങനെ ഈ ഭഗവത്ഗീതയിലെ 16ാമത് അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം, അതിലെ ദൈവീ സമ്പത്തിൻ്റെ 2 ധർമ്മങ്ങൾ, ധൃതിയും ശൗചവും നാം ഈ കഥയിലൂടെ നേരിട്ട് പഠിക്കുന്നു. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ വരുന്നതാണ് ഈ കഥ. യുധിഷ്ഠിരന് മാർക്കണ്ഡേയൻ പറഞ്ഞു കേൾപ്പിക്കുന്ന കഥയാണിത്. നമുക്കത് നാളെ വിശകലനം ചെയ്യാം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിൽ, വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.